ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ ഉടമ്പടി ഭാഗം 4-ാമത്തെ ആണല്ലോ. നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. അവിടെ ഒരു ഉടമ്പടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഇത് അനേകർക്ക് വേണ്ടി? അനേകർ എന്ന് പറയുന്നത് യേശു കർത്താവിനെയും കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്ന അനേകരെയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയാണ് അവൻ മരിച്ചത്. പക്ഷെ അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവന്റെ മരണം കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. നമുക്ക് അനേകം കർത്താവില്ല, 2 കർത്താവ് 3 കർത്താവുമില്ല, ഏക കർത്താവേ ഉള്ളൂ. ഇസ്രായേലെ കേൾക്ക, നിന്റെ കർത്താവ് ഏക കർത്താവ് എന്നാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത്. 2 കർത്താവൊന്നും നമുക്കില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാപമോചനത്തിനായി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് പാപമോചനം. മത്തായിയുടെ സുവിശേഷം 6:12 നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 9-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നു ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേൽക്ക, കിടക്ക എടുത്ത് വീട്ടിൽ പോവുക എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി. യേശു ക്രിസ്തുവ് നമ്മൾക്ക് വേണ്ടി എന്താണ്? പാപമോചനം നൽകുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നു, പാപമോചനത്തിനായി ഓരോരുത്തരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പാപങ്ങളുടെ മോചനത്തിനായി ആരുടെ നാമത്തിലാണ്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോരുത്തരും എന്ത് ചെയ്യണം? സ്നാനം ഏൽക്കണമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 12:31 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് എതിരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല എന്ന് അവിടെ കാണുന്നു. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവന് വീട്ടുവാൻ വകയില്ലാത്തതിനാൽ അവന്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വീണു അവനെ നമസ്കരിച്ചു, യജമാനനെ, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാം എന്ന് പറഞ്ഞു. 27-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, കടവും ഇളച്ചു കൊടുത്തു. ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടംപെട്ട ഒരു കൂട്ടുദാസനെ കൊണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി, നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു. അവന്റെ കൂട്ടുദാസൻ നിലത്തു വീണു, എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ തന്നു തീർക്കാം എന്ന് അവനോട്
അപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിൽ ആക്കി വെച്ചു. ഈ സംഭവിച്ചത് അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുമ്പോളും അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യർ 1:7 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവനിൽ നമുക്ക് തന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവനിൽ എന്ന് പറയുമ്പോൾ യേശു കർത്താവിൽ നമുക്ക് തന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പാപമോചനത്തെ കുറിച്ച് നമുക്ക് അവിടെ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്ന് പറയുമ്പോൾ, ചൊരിയുന്ന പുതിയ നിയമം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് തന്റെ രക്തത്താൽ യേശു കർത്താവ് സ്ഥാപിച്ചതാണ് ഈ പുതിയ ഉടമ്പടി. ഇസ്രായേലിനോടൊപ്പം സീനായി മലയിൽ വെച്ച് ദൈവം സ്ഥാപിച്ചു. അതായത് ദൈവം ആത്മാവായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ അവൻ എന്ത് ചെയ്തു, മലയിൽ വെച്ച് അത് ദൈവം സ്ഥാപിച്ച പഴയ ഉടമ്പടി താരതമ്യം ചെയ്യുമ്പോൾ ഇത് പുതിയതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അഞ്ച് മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജനതകളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. കാരണം ഭൂമിയൊക്കെ എനിക്കുള്ളതല്ലോ. 6-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ എബ്രായർ ലേഖനം 8-ാം അധ്യായത്തിൽ ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. 6 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, അവൻ ഞങ്ങളെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. എന്തെന്നാൽ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണത്തിന്റെ ശുശ്രൂഷ പോകുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഇക്കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി മങ്ങിപ്പോകുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ് ഉള്ളതായിരിക്കും. ഇങ്ങനെയുള്ള പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. മങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ നോക്കാതിരിക്കുവാൻ വേണ്ടി തന്റെ മുഖത്ത് മൂടുപിഴമിട്ട മോശയെ പോലെയല്ല. 14-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോയി.
15-ാമത്തെ വാക്യത്തിൽ മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. 16-ാമത്തെ വാക്യത്തിൽ എന്നാൽ ഒരുവൻ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ എന്നാൽ നാം എല്ലാവരും മൂടുപടം നീങ്ങിയ മുഖത്തോടുകൂടെ കണ്ണാടിയിൽ എന്ന പോലെ കർത്താവിന്റെ തേജസ് പ്രതിബിംബിക്കുന്നവരായി ആത്മാവാകുന്ന കർത്താവിൽ നിന്ന പോലെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പ്രവർത്തികളുടെയും പ്രമാണങ്ങളുടേതായിരുന്നു എന്തായിരുന്നു പഴയ നിയമമെല്ലാം. പുതിയ നിയമം എന്താണ്? കൃപയുടേതാണ്, അല്ലേ? കൃപയാലല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താണ്? പാപക്ഷമ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 24-ാം അധ്യായം 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 46 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും 47-ാമത്തെ വാക്യത്തിൽ അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ്? അവന്റെ നാമത്തിൽ, ആരുടെ നാമത്തിൽ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളോടും എന്ത് ചെയ്യണം? പ്രസംഗിക്കുകയും വേണമെന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം പ്രാപിക്കാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ് കൊള്ളുവിൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്യുന്നു? നീതീകരണവും പാപമോചനവും നടക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഉടമ്പടിയായി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തെ കുറിച്ച് നമുക്ക് അവിടെ ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പുതിയ നിയമം എന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ അവിടെ 26-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വാക്യം കൂടി വായിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യർ ലേഖനം 4-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ സ്ത്രീകൾ 2 നിയമങ്ങളത്രേ. ഒന്ന് സീനായി മലയിൽ നിന്ന് ഉണ്ടായ അടിമകളെ പ്രസവിക്കുന്നു. അത് ഹാഗാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ ഹാഗാർ എന്നത് അറബി ദേശത്ത്, അതായത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അത് തന്റെ മക്കളോട് അടിമയിലല്ലോ ഇരിക്കുന്നത്. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു. അവൾ തന്നെ നമ്മുടെ അമ്മ എന്ന് അവിടെ കാണുന്നു. 27-ാമത്തെ വാക്യത്തിൽ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ
ഉള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ സഹോദരന്മാരെ ഇസാഖിനെ പോലെ വാക്തത്വത്താൽ ജനിച്ച മക്കളാകുന്നു. 29ാമത്തെ വാക്യത്തിൽ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. തിരുവെഴുത്തോ എന്തു പറയുന്നു? ദാസി മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശി ആകില്ല. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രരുടെ മക്കൾ അത്രേ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 24ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. 24ാമത്തെ വാക്യത്തിൽ ഈ സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ പൗലോസ് പഴയ നിയമത്തിലെ അബ്രഹാമിന്റെ ഭാര്യ സാറയുടെയും ദാസിയായ ഹഗാറിന്റെയും ജീവിതത്തിൽ നിന്നും ആത്മീയ പാഠങ്ങൾ നിരത്തുന്നു. അവർ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ വ്യക്തികളാണെന്ന് പൗലോസ് അപ്പോസ്തലന് എന്തുണ്ടായിരുന്നു? ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളുടെ ദൃഷ്ടാന്തമായിട്ടാണ് താൻ അവരെ കണ്ടിരുന്നു. ഇവിടുത്തെ ഈ രീതിയോട് പണ്ഡിതന്മാർക്ക് പലർക്കും എന്തുണ്ട്? ഇത് വിയോജിപ്പുള്ള കാര്യമാണ്. എങ്കിലും എന്താണ്? പൗലോസ് ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ട് എഴുതുകയാണ്. അതിലെന്താണ്? അദ്ദേഹം ഒരു തെറ്റും അവിടെ കാണുന്നില്ല എന്നുള്ളതാണ്. സമാഗമന കൂടാരവും മുഴു ന്യായപ്രമാണവും ആത്മീയ കാര്യങ്ങളുടെ നിഴലുകളാണ്. എബ്രായർ ലേഖനം 8ാം അധ്യായം അതിന്റെ 5ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. എബ്രായർ 8ാം അധ്യായം അതിന്റെ 5ാമത്തെ വാക്യം. 5ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അരുളി ചെയ്തത് അനുസരണമായി മോശ കൂടാരം തീർപ്പാൻ ആരംഭിച്ചു എന്ന് അവിടെ കാണുന്നു. 10ാം അധ്യായം എബ്രായർ ലേഖനം 10ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം. 1ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ എന്നല്ലാതെ കാര്യങ്ങളുടെ യഥാർത്ഥ രൂപം അല്ലാത്തത് കൊണ്ട് ആണ്ടുതോറും ആവർത്തിക്കുന്ന അതേ യാഗങ്ങൾ കൊണ്ട് അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് അവിടെ കാണുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? ഇനി നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ സ്ത്രീകൾ? 2 നിയമങ്ങൾ അത്ര. ഒന്ന്, സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. അത് ഹഗാർ എന്ന് അവിടെ കാണുന്നു. ഹഗാർ എന്നത് അറബി ദേശത്തെ സീനായ് മലയെ കുറിക്കുന്നുവെന്നും അതിപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു എന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് തന്റെ മക്കളുടെ കൂടെ അടിമയായല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്യത്തിൽ 26ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുകയാണ്, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സാറ പുതിയ നിയമത്തിന്റെയും പുതിയ ഉടമ്പടിയുടെ ആത്മീയ യാഥാർത്ഥ്യങ്ങളുടെ കേന്ദ്രമായിരിക്കുന്ന സ്വർഗീയ യെരുശലേമിന്റെ ഒരു പ്രതീകമായിട്ട് ഇവിടെ കാണുന്നു. എബ്രായർ 12:22 വായിക്കുമ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 22ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങൾ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും എന്ന് അവിടെ കാണുന്നു. അവിടെ ബന്ധനമോ അടിമത്വമോ ഇല്ല. കൂടാതെ എന്താണ്? വിശ്വാസികൾ ഇപ്പോൾ പുതിയ യെരുശലേമിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, പഴയ യെരുശലേമിനോട് അല്ല എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു എന്നും അവൾ തന്നെ നമ്മുടെ അമ്മയെന്നും അവിടെ കാണുന്നു. 27ാമത്തെ വാക്യത്തിൽ, പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക. യെശയ്യാവിന്റെ പുസ്തകം 54ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 54ാം അധ്യായം അതിന്റെ 1ാമത്തെ വാക്യം,
പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അപ്പൊ മശിക സ്ഥാപിക്കാൻ പോകുന്ന പുതിയ യുഗത്തെയും മശികയുടെ അനുഗ്രഹത്തിന്റെ കീഴിൽ വരുമ്പോഴുള്ള ഇസ്രായേലിന്റെ മഹത്വകരമായ ഭാവിയെയും കുറിച്ചാണ് യെശയ്യാ പ്രവാചകൻ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു ഇവിടെ. ഇപ്പൊ എന്താണ്? മുമ്പേ ഇതെന്തായിരുന്നു? ഫലരഹിതമായിരുന്നു. ദൈവകൃപയാലും ശക്തിയാലും ഇതെന്താണ്? പല സമ്പൂർണതയിൽ എത്തുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ദൈവകൃപയാൽ, അല്ലെ, ദൈവകൃപയാൽ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഏകാകിനികളുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളെക്കാൾ അധികമെന്ന് എഴുതിയിരിക്കുന്നു. 26-ാമത്തെ വാക്യത്തിൽ നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു എന്നവിടെ കാണുന്നു. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു എന്ന് കാണുന്നു. അവന് ഇസ്ഹാക്കിനെ നൽകി. ഇസ്ഹാക്ക് ജാതനായപ്പോ എന്താണ്? ദൈവവചനത്തിന്റെ ജീവൻ നൽകുന്ന അത്ഭുത പ്രവൃത്തിയായി അത് മാറി എന്നുള്ളതാണ്. ഇന്നത്തെ വിശ്വാസികൾ എന്താണ്? പുതിയ ജീവൻ പ്രാപിക്കുന്നതിനും അബ്രഹാമിന്റെ ആത്മീയ സന്തതികളാകുന്നതും ഈ രീതിയിൽ തന്നെയാണ്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടത്താൽ സത്യത്തിന്റെ വചനം കൊണ്ട് നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു എന്നവിടെ കാണാൻ കഴിയുന്നു. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. 1 പത്രോസ് 1-ന്റെ-23 നമ്മൾ വായിക്കുമ്പോൾ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നശിച്ചു പോകുന്ന ബീജത്താലല്ല, നശിക്കാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കൾ ആകുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 29-ാമത്തെ വാക്യത്തിൽ എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. എന്നാൽ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പൈതൽ വളർന്നു മുലകുടി മാറിയ ദിവസം അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു. 9-ാമത്തെ വാക്യത്തിൽ ഈജിപ്തുകാരിയായ ദാസി ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട് അബ്രഹാമിനോട് എന്താണ്? ഈ ദാസിയെയും മകനെയും പുറത്തു കളയുക എന്ന് അവിടെ കാണുന്നു. അപ്പോ ഇസ്മായേൽ എന്താണ്? ജഡപ്രകാരം ജനിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ വ്യക്തികൾ ജനിക്കാറുള്ളത് പോലെ എന്ന് പറയുമ്പോൾ അവന്റെ ജനനത്തിൽ എന്താണ്? അമാനുഷികമായ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇസ്ഹാക്ക് എന്താണ്? ആത്മാവിനാൽ ജനിച്ചു. അതായത് മാനുഷികമായി ഇത് അസാധ്യമായിരിക്കെ ദൈവത്തിന്റെ ആത്മാവിനെ ലഭിക്കുവാൻ അബ്രഹാമിനെയും സാറയെയും ശക്തീകരിച്ചു എന്ന് കാണുന്നു. എബ്രായർ ലേഖനം 11-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ, 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: വിശ്വാസത്താൽ അബ്രഹാമും സാറയും തങ്ങൾക്കൊരു മകനെ നൽകും എന്ന് വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് മൃതപ്രായവനായവന് ഈ ഒരുവനിൽ നിന്ന് തന്നെയാണ് പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതികൾ ജനിച്ചതെന്ന് അവിടെ പറയുന്നു. ഇപ്പൊ റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നിന്റെ സന്തതി ഇപ്രകാരമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ തൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് സാഹചര്യങ്ങൾക്ക് വിരോധമായി അവൻ ഉറപ്പോടെ ദൈവത്തിൽ വിശ്വസിച്ചു. 19-ാമത്തെ വാക്യത്തിൽ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നും. 20-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 21-ാമത്തെ വാക്യത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് അവന് പൂർണ്ണമായും ബോധ്യമുണ്ടായിരുന്നു എന്നും അവിടെ കാണുന്നു. അപ്പൊ ഇസ്മായിൽ ഇസ്ഹാക്കിനെ എന്താണ് പീഡിപ്പിച്ചതുപോലെ പഴയ നിയമത്തിന് കീഴിലുള്ളവർ അല്ലെങ്കിൽ യഹൂദർ പഴയ നിയമത്തിൽ കീഴിലുള്ളവരെ എന്ത് ചെയ്യുന്നു? പുതിയ നിയമത്തിൽ കീഴിലുള്ളവരെ പീഡിപ്പിക്കുന്നു. അതായത് ക്രിസ്തുവിന്റെ അനുയായികൾ. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 40-ാമത്തെ വാക്യത്തിൽ അവർ അപ്പോസ്തലന്മാരെ അകത്തു വരുത്തി അടുപ്പിച്ച് ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കേണ്ടത്. എത്ര പേർ ഈ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു സംഗതി തന്നെയാണ് എന്ന് ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പോ പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ ന്യായാധിപ സംഘത്തിലുള്ളവർ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാണുന്നു, യേശു നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ ഉറക്ക നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞിയെന്നു. 58-ാമത്തെ അവനെ വലിച്ചഴിച്ചുകൊണ്ട് നഗരത്തിൽ നിന്നും പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ പുറംചട്ടകൾ ഊരി ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 13-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 49 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. 49-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാര് ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും സ്വാധീനിച്ച് പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 14-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 19-ാമത്തെ വാക്യത്തിൽ എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയയിൽ നിന്നും യഹൂദന്മാർ മിസ്രയിൽ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന്റെ പുറത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോയി എന്ന് അവിടെ കാണുന്നു. അപ്പം ഇതെല്ലാം എന്താണ്? ആത്മീയന്മാരെ പീഡിപ്പിക്കുന്നു എന്ന ഒരു സംഗതിയിലേക്ക് ഇത് മാറുന്നു എന്നുള്ളതാണ് അവിടെ കാണുന്നു. 30-ാമത്തെ വാക്യത്തിൽ തിരുവെഴുത്തോ എന്ത് പറയുന്നു? ദാസിയും മകനെയും പുറത്താക്കുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകുവാൻ എന്ത് ചെയ്യത്തില്ല, ഇട വരരുത് എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ തിരുവെഴുത്ത് അല്ലെ, തിരുവെഴുത്ത് എന്ന് പറയുന്നത് ദാസിയും മകനെയും പുറത്താക്കുക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകുകയില്ല. തിരുവെഴുത്തോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി 21:10 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. ഈ ദാസിയുടെ മകൻ എന്റെ മകൻ ഇസാഖിനോട് കൂടെ അവകാശിയാകരുത് എന്ന് പറഞ്ഞു എന്നവിടെ കാണുന്നു. ഇതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? ന്യായപ്രമാണം അനുസരിക്കാനുള്ള അവരുടെ പ്രയത്നത്താൽ രക്ഷപ്രാപിക്കാൻ ശ്രമിക്കുന്നവർ അടിമത്തത്തിലാണെന്ന് കാണിക്കുന്നത്. ദൈവകൃപയാൽ സ്വാതന്ത്ര്യവും രക്ഷയും പ്രാപിക്കുന്നവരായി അവർക്ക് യാതൊരു ബന്ധവും
ബന്ധവുമില്ല എന്നുള്ളതാണ്. ഈ വ്യത്യസ്ത മാർഗങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കൂടിച്ചേരുന്നില്ല. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടി ഒരു കാരണവശാലും കൂടിച്ചേരുകയും മൂന്നാമത് മറ്റൊരു ഉടമ്പടിയായി മാറുകയോ ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ഏത് ശ്രമവും എന്താണ്, മറ്റൊരു സുവിശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഉണ്ടാകാൻ ഇടവരികയുള്ളൂ എന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ 31-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കൾ. അങ്ങനെ എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ 8:36, 36-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗലാത്യർ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗലാത്യർ 5-ാം അധ്യായം 1-ാം വാക്യം അവിടെ രേഖപ്പെടുത്തി. അതിനുശേഷം യഹൂദന്മാരുടെ പോലെ ഉത്സവമായതുകൊണ്ട് ഗലാത്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമ നുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. 13-ാമത്തെ വാക്യത്തിൽ ഗലാത്യർ 5:13 രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീനെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 12 മുതൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാമത്തെ വാക്യത്തിൽ, അവർ രക്തത്തിൽ നിന്നല്ല, ജഡീക ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്ന് അവിടെ കാണുന്നു. എബ്രായർ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മാംസരക്തങ്ങളോട് കൂടിയ മക്കളെ പോലെ ക്രിസ്തുവും മാംസരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നിർവീര്യനാക്കി ജീവകാലത്തുടനീളം മരണഭീതിയാൽ അടിമയായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് അവിടെ കാണുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. കാൺമീൻ, ദൈവമക്കളാവുക, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മിൽ എത്ര അധികം സ്നേഹം പകർന്നിരിക്കുന്നു. നാം അങ്ങനെ തന്നെയാകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. 2-ാമത്തെ വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം എന്താകുമെന്ന് ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാമും അവനെ പോലെ ആകുമെന്ന് നാം അറിയുന്നു. എന്തെന്നാൽ അവനായിരിക്കുന്നത് പോലെ നാമും അവനെ കാണുമല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനങ്ങൾ കേട്ട എല്ലാവരെയും ദൈവം വാഴ്ത്തി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. ഇതിൽ അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെയിരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിയ സ്തോത്രം, മാനം മഹത്വപ്പിച്ചിനെടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ തന്നുള്ളതിനാം തന്നെ. ആമീൻ, ആമീൻ. സ്തോത്രം.